Hey guys, welcome back to another video. Ranjit here. So LSGI സെക്രട്ടറി എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. സോ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ആദ്യ 2 ഘട്ട പരീക്ഷകളുടെ ഡേറ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആനുവൽ കലണ്ടർ എന്ന രീതിയിൽ LSGI എക്സാമിനേഷൻ്റെ മെയിൻ പരീക്ഷയുടെ ഏകദേശം ഒരു ടൈം ഫ്രെയിം അതും നമ്മൾക്കറിയാം. കൂടാതെ വളരെ വ്യക്തമായിട്ടുള്ള സിലബസും PSC പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ എക്സാമിനേഷനെ കുറിച്ചുള്ള പിക്ചർ വളരെയധികം ക്ലിയർ ആണ്. ഇനി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ലോങ് ടേമിൽ പ്രിപ്പറേഷന് വേണ്ട വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയുമാണ്. സോ അതായിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക. കൂടാതെ LSGI എക്സാമിനേഷന് വേണ്ടി PSC പാഠശാല ഒരു ഗൈഡൻസ് പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ വിത്തൗട്ട് ഫർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് നമ്മൾക്ക് മുൻപിലുള്ള ഹേർഡിൽസിനെ കുറിച്ചാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന രീതിയിൽ ആദ്യ കടമ്പയായിട്ട് നമ്മുടെ മുൻപിലൊരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. മെയിൻ പരീക്ഷയിൽ 2 പേപ്പേഴ്സാണ് നമ്മൾക്കുള്ളത്. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പരീക്ഷയാണ്. പേപ്പർ 1 എന്ന രീതിയിൽ ഒരു ജനറൽ സ്റ്റഡീസിൻ്റെ ഒരു പേപ്പറുണ്ട്. രണ്ടാമത്തെ പേപ്പർ വളരെയധികം സ്പെസിഫിക് ആയിട്ട് ഈ ഒരു പോസ്റ്റിന് വേണ്ട കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒന്നാണ്. ഈ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എനിവേ നമ്മുടെ മുൻപിലുള്ള കടമ്പകൾ ഇവയൊക്കെയാണ്. ഇവയിൽ തന്നെ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി മിനിമം 2 മാസത്തെ സമയം നമ്മൾക്ക് അവൈലബിൾ ആകും. മെയിൻസ് എക്സാമിനേഷൻ്റെ ആ ഒരു കാലഘട്ടത്തിന് മുൻപായിട്ട് നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞത് ഏകദേശം ഒരു 6 മാസത്തെ സമയമെങ്കിലും അവൈലബിൾ ആകും. സോ ഈ സമയം വെച്ചാണ് നമ്മൾ നമ്മുടെ പ്ലാൻ ഡിസൈൻ ചെയ്തത്. സോ നമ്മുടെ മുൻപിലുള്ള ആദ്യ കടമ്പ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷനാണ്. അതിന് വേണ്ട സ്റ്റഡി പ്ലാനാണ് നമ്മൾക്ക് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. സോ ഇവിടെ പ്രൈമറിലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡിഗ്രി തലത്തിലുള്ള ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ, ഒരു ക്വാളിഫയിങ് എക്സാമിനേഷന് തയ്യാറെടുക്കുമ്പോൾ മാർക്സിൻ്റെ വെയിറ്റേജ് എന്നുള്ളത് ആദ്യമായിട്ട് കൺസിഡർ ചെയ്യുക. രണ്ടാമതായിട്ട് ഈ മാർക്സിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് ആ ടോപ്പിക്കുകൾക്ക് വേണ്ട വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂൾ ചെയ്യുക. ഒരിക്കലും ടോപ്പിക്കുകളുടെ വലിപ്പം അനുസരിച്ചല്ല, മറിച്ച് മാർക്സിൻ്റെ വെയിറ്റേജ് കൺസിഡർ ചെയ്ത് അത്തരത്തിൽ ടൈം ഷെഡ്യൂൾ ചെയ്യുക. ആൻഡ് ക്വാളിറ്റി പ്രിപ്പറേഷൻ, അതായത് ഇപ്പോൾ 10th ലെവലിലുള്ള ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് പോലെയൊന്നും ഒരിക്കലും ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു പ്രിലിമിനറി എക്സാമിനേഷന് പോലും തയ്യാറെടുക്കരുത്. തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ക്വാളിറ്റി പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും വാരി വലിച്ചുള്ള ഒരു പഠനമോ എല്ലാ കാര്യങ്ങളും പഠിച്ചു തീർക്കുക, അങ്ങനെ ഒരു അപ്രോച്ച് അല്ല വേണ്ടത്. ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ഈ നിലവാരത്തിലുള്ള ഒരു പരീക്ഷ എന്നത് കൺസിഡർ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ടൈം ബൗണ്ടായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. സോ ബേസിക്കലി ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ട പ്ലാൻ ഡിസൈൻ ചെയ്തത്. സോ ഇവിടെ ടൈം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ ഒരു ഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികളോട് സജസ്റ്റ് ചെയ്യുക, മിനിമം ഒരു ദിവസം ഒരു 6 മണിക്കൂറിൻ്റെ പഠനമെങ്കിലും നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. സോ ഒരു മൊഡ്യൂളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ദിവസത്തെ പഠനം അല്ലെങ്കിൽ 6 മണിക്കൂറിൻ്റെ ഒരു പഠനമാണ്. ഇനി ഒരു സ്റ്റഡി സൈക്കിൾ എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 7 മൊഡ്യൂൾസാണ്. അതായത് 6 മൊഡ്യൂൾസ് പഠിക്കുന്നു, 6 മൊഡ്യൂൾസ് കൊണ്ട് പഠിച്ച എല്ലാ കാര്യങ്ങളും അടുത്ത ഒരു മൊഡ്യൂളിലൂടെ റിവൈസ് ചെയ്യുന്നു. സോ ദിവസേന 6 മണിക്കൂർ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 1 വീക്ക് സമയത്തെ പഠനമായിരിക്കും. അത്തരത്തിലുള്ള 8 സ്റ്റഡി സൈക്കിൾസ് അഥവാ 56 മൊഡ്യൂൾസാണ് നമ്മൾക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനായിട്ട് ആവശ്യമായി വരിക. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള മുൻകാലത്തൊക്കെ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി പല തവണ ഇത്തരത്തിലുള്ള ഗൈഡൻസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ സ്റ്റഡി പ്ലാൻസിൻ്റെ ഡാറ്റ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടൈം ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഫ്രം ദ സ്ക്രാച്ച് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഒരു 2 മന്ത്സിനുള്ളിൽ ഈ കാര്യങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. ഈവൻ മുൻകാലത്ത് പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അത് ആപേക്ഷികമായിരിക്കും. മേ ബി ഇതിലും കുറഞ്ഞ സമയം കൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യാം. എനിവേ, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്രം ദ സ്ക്രാച്ച് പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് എങ്കിൽ പോലും ടൈം ബൗണ്ടായി വളരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ വിത്തിൻ 2 മന്ത്സ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് സാധിക്കും. ഇനി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഈ സ്റ്റഡി പ്ലാനെ തന്നെ നമ്മൾ വിവിധ സ്റ്റേജസ് ആയിട്ട് തിരിക്കുകയാണ്. അതിൽ ആദ്യ സ്റ്റേജിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റാറ്റിക് വിഭാഗങ്ങൾ, അതായത് ബേസിക് അരിത്തമെറ്റിക്, ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ഈ വിഭാഗങ്ങളിലെ കോൺസെപ്റ്റുകൾ പഠിക്കുക, ബേസിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ചെയ്യുക. ഇവയുടെ ഒരു മാർക്സിൻ്റെ ഷെയറിനെ കുറിച്ചും ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒക്കെ ആ ഒരു സിലബസ് വീഡിയോയിൽ തന്നെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഈ ഘട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന 2 വിഭാഗങ്ങൾ, അതായത് GK റീജിയൻസിൽ നിന്നുമുള്ള 2 വിഭാഗങ്ങൾ, ഒന്ന് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ എന്ന റീജിയനും അതോടൊപ്പം തന്നെ ഹിസ്റ്ററി വിഭാഗവുമാണ്. ഈ 2 റീജിയൻസ് നമ്മൾ പിക്ക് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവയുടെ മാർക്സിൻ്റെ ഷെയർ തന്നെയാണ്. 10 മാർക്സിൻ്റെ വീതം ഷെയർ ഈ വിഭാഗങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ എന്ന വിഭാഗം വളരെയധികം സെലക്റ്റീവായിട്ട് അത്തരത്തിൽ ഷോർട്ട് ടോപ്പിക്കുകൾ പിക്ക് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. അത്തരത്തിലുള്ളൊരു അപ്രോച്ചാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്.
ഹിസ്റ്ററി എന്ന റീജിയൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് മെയിൻസ് എക്സാമിനേഷനും ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു റീജിയനാണ്. സോ അതിനനുസരിച്ച് ആ ഒരു റീജിയൻ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. എനിവേ അറൗണ്ട് ഒരു 70% മാർക്ക് ഷെയർ വരുന്ന വിഭാഗങ്ങളാണ് നമ്മൾ ആദ്യ സ്റ്റേജിൽ തന്നെ അഡ്രസ്സ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളൊരു 28 മൊഡ്യൂൾസ് മാറ്റിവെക്കുന്നു. ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ലഭിക്കും. കാരണം സിലബസിൽ നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ട ഭൂരിഭാഗം കാര്യങ്ങൾ നിങ്ങൾ ആദ്യ സ്റ്റേജിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുക റിമൈനിങ് ആയിട്ടുള്ള GK, അതായത് ഒരു 30% GK ബാക്കി ഉണ്ടാകും, അത് അഡ്രസ്സ് ചെയ്യും. അതോടൊപ്പം തന്നെ വൊക്കാബുലറി എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ്, അതും നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഡിഗ്രി തലത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടീസ്, ഇത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. ഗ്രാജുവേറ്റ് ലെവലിൽ PSC മുൻകാലത്ത് കണ്ടക്ട് ചെയ്തിട്ടുള്ള, അതായത് പുതിയ പാറ്റേണിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള മുഴുവൻ ചോദ്യപേപ്പറുകളും വർക്ക്ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു ഘട്ടത്തിനായിട്ട് നമ്മൾ 21 മൊഡ്യൂൾസ് ആണ് മാറ്റിവെക്കുന്നത്. ആൻഡ് ഫൈനലി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു റിവിഷനാണ്. കീ ടോപ്പിക്കുകൾ, നമ്മൾ പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ള കീ ടോപ്പിക്കുകൾ എല്ലാം തന്നെ റിവൈസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പ്രാക്ടീസ് ചെയ്യുക. അത് നമ്മൾ പ്രിപ്പറേഷൻ്റെ അവസാനം വരെയും തുടരേണ്ട ഒന്നാണ്. ഈ ഒരു ഘട്ടത്തിനായിട്ട് നമ്മൾ 7 മൊഡ്യൂൾസ് ആണ് മാറ്റിവെക്കുന്നത്. സോ അറൗണ്ട് ഒരു 1 വീക്ക് സമയം എന്ന് നമുക്ക് പറയാം. സോ ടോട്ടൽ 56 മൊഡ്യൂൾസിൽ നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ട പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അറൗണ്ട് ഒരു 2 മന്ത്സ് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാം. പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു ക്വാളിഫയിങ് പരീക്ഷ എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് അത്തരത്തിൽ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട, ടൈം ബൗണ്ടായിട്ട് ഫിനിഷ് ചെയ്യേണ്ട ഒന്നാണ്. അതല്ലാതെ നമ്മൾക്ക് മുൻപിൽ പ്രിലിമിനറി എക്സാമിനേഷന് മുൻപ് അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ സമയവും അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുക എന്നത് നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കില്ല. വിവിധ ഘട്ടങ്ങളിൽ എക്സാമിനേഷനുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മെയിൻസ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സമയം നമ്മൾക്ക് അവിടെ ഉറപ്പ് വരുത്തണം എന്നുള്ളൊരു കാര്യം, അത് എപ്പോഴും മനസ്സിൽ വേണം. ഇനി ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അവസാനത്തെ 7 മൊഡ്യൂൾസ്, അതായത് നമ്മൾ കീ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുന്ന, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ എക്സ്റ്റെൻസീവായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അവസാനത്തെ 7 മൊഡ്യൂൾസ്, അഥവാ ഒരു 1 വീക്ക് സമയം എക്സാമിനേഷന് തൊട്ട് മുൻപായിട്ട് ചെയ്യുന്നതിന് വേണ്ടി, അതായത് പ്രിലിമിനറി എക്സാമിനേഷന് തൊട്ട് മുൻപായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും പ്രിലിമിനറി എക്സാമിനേഷന് തൊട്ട് മുൻപുള്ള ആ ഒരു വീക്കിൽ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ട ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് പാടില്ല. ആ രീതിയിൽ സമയം അറേഞ്ച് ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ് പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം മെയിൻസ് പരീക്ഷയുടെ സിലബസ് അത് നമ്മുടെ മനസ്സിൽ വേണം. അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നതിനെക്കുറിച്ച്. ഈ കാര്യങ്ങൾ, അതായത് സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. എങ്കിൽ തന്നെയും ഇവിടെ അവശേഷിക്കുക പേപ്പർ 1-ൽ അറൗണ്ട് ഒരു 35% ടോപ്പിക്കുകൾ പുതുതായിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും. ശേഷിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി അഡ്രസ്സ് ചെയ്തതാണ്. അവിടെയും ഇൻ ഡീറ്റെയിൽ അഡ്രസ്സ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എങ്കിൽ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്ത ടോപ്പിക്കുകളാണ്. പേപ്പർ 2 എന്നത് കംപ്ലീറ്റ്ലി ന്യൂ ആണ്. പുതുതായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ചുരുക്കം ചില കാര്യങ്ങൾ, ഇപ്പോൾ പോളിറ്റിയുമായി ബന്ധപ്പെട്ടും ഇക്കണോമിയുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ചുരുക്കം ചില കാര്യങ്ങൾ നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്തിരിക്കും. എങ്കിൽ തന്നെ പേപ്പർ 2 ഓൺ ദ ഹോൾ കൺസിഡർ ചെയ്യുമ്പോൾ പഠിക്കാനുള്ള ഒരു വിഭാഗം തന്നെയാണ്. സോ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി നമ്മൾ ചെയ്ത പ്രിപ്പറേഷനും അതോടൊപ്പം തന്നെ മെയിൻസ് എക്സാമിനേഷന് വേണ്ടി പഠിക്കേണ്ട കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള ആ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത്. സോ ഇവിടെയുള്ള ഒരു ടൈം ഷെഡ്യൂൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഓൾറെഡി പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി നമ്മൾ 56 മൊഡ്യൂൾസ് മാറ്റിവെച്ച് കഴിഞ്ഞു. അവിടെ തന്നെ മെയിൻസ് എക്സാമിനേഷൻ്റെ പേപ്പർ 1-ലെ ഓൾമോസ്റ്റ് ഒരു 65% നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കും. കാരണം അവിടെ സിമിലർ ആയിട്ടുള്ള സിലബസ് ആണുള്ളത്. ശേഷിക്കുന്ന കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ജനറൽ സയൻസ് അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് പോലെയുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ട്, അത് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 28 മൊഡ്യൂൾസ് മാറ്റിവെക്കുകയാണ്. ഇനി താരതമ്യേന പുതുതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട പേപ്പർ 2-ന് വേണ്ടി നമ്മൾ 70 മൊഡ്യൂൾസ് ആണ് മാറ്റിവെക്കുന്നത്. മേ ബി 70 മൊഡ്യൂൾസിൻ്റെ പഠനം ഈ ഒരു പേപ്പറിന് ആവശ്യമായിട്ട് വരികയില്ല. സ്റ്റിൽ ആംബിൾ ടൈം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ അത്തരത്തിൽ ചെയ്യുന്നത്. ഈ ഒരു ഘട്ടത്തിലും പേപ്പർ 1-മായി ബന്ധപ്പെട്ട പ്രാക്ടീസ് പോലെയുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം എക്സാമിനേഷന് മുൻപായിട്ട് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള റിവിഷൻ, ആ രീതിയിൽ 21 മൊഡ്യൂൾസ് നമ്മൾ മാറ്റിവെക്കുന്നു. എല്ലാ ഘട്ടത്തിലും വളരെ പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ വേണം. എങ്കിൽ തന്നെയും എക്സാമിനേഷന് മുൻപായിട്ട് എല്ലാ കാര്യങ്ങളും ഫൈനലി ഒന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു 21 മൊഡ്യൂൾസ് മാറ്റിവെക്കുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ മുൻപിലുള്ള ആദ്യ കടമ്പ എന്നുള്ളത് പ്രിലിമിനറി എക്സാമിനേഷനാണ്. അതിനുവേണ്ടിയുള്ള വ്യക്തമായ ടൈം ഷെഡ്യൂളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതനുസരിച്ച് വളരെ വ്യക്തമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക. ഒരിക്കലും മെയിൻസ് പരീക്ഷയുടെ പ്രിപ്പറേഷനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ടതില്ല. എങ്ങനെ പഠിക്കും, ഏത് സോഴ്സിൽ നിന്ന് പഠിക്കും,
അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻസ്റ്റ് ആവേണ്ടതില്ല. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു ടൈം ഷെഡ്യൂൾ ഞാൻ ഡിസ്കസ് ചെയ്യാത്തത് അതിൻ്റെ ഒരു ആവശ്യം ഈ ഒരു ഘട്ടത്തിലില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ മുൻപിലുള്ള ആദ്യ ചലഞ്ച് എന്ന രീതിയിൽ പ്രിലിമിനറി എക്സാമിനേഷനെയാണ് കാണേണ്ടത്. ആ ഒരു ടൈം ഷെഡ്യൂൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക. സോ ഇതേ ഒരു പാറ്റേണും സ്റ്റഡി പ്ലാനും ഫോളോ ചെയ്തുകൊണ്ട് LSGI സെക്രട്ടറി എക്സാമിനേഷന് വേണ്ടി PSC പാഠശാല ഒരു ഗൈഡൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസ് ഉൾപ്പെടുത്തി അങ്ങനെ ഏറ്റവും പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു 1-to-1 മെൻറ്റർഷിപ്പ് എന്ന രീതിയിൽ ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും PSC പാഠശാല കണ്ടക്ട് ചെയ്യുന്ന മറ്റ് പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നമ്മുടെ കോഴ്സ് പേജിൽ അവൈലബിൾ ആകുന്നതാണ്. കോഴ്സ് പേജിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റ് സെക്ഷനിലും ഒക്കെ ഉൾപ്പെടുത്തുന്നതാണ്. കൂടാതെ എല്ലാ വിവരങ്ങളും നമ്മുടെ ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആയിരിക്കും. ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, സ്റ്റഡി മെറ്റീരിയൽസ് ഇതെല്ലാം തന്നെ നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഗ്രാജുവേറ്റ് ലെവലിലുള്ള എക്സാമിനേഷൻസ് ലക്ഷ്യം വെക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലായ്പ്പോഴും ലഭിക്കുന്ന ഒരു കാര്യവുമല്ല. ഒരിക്കലും ഈ ഒരു എക്സാമിനേഷൻ മിസ് ചെയ്യാനായിട്ട് പാടില്ല. ഒരിക്കലും മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസ് കണ്ടുകൊണ്ടോ അങ്ങനെയൊന്നും പേടിച്ച് ഈ ഒരു എക്സാമിനേഷന് തയ്യാറെടുക്കാതിരിക്കരുത്. വളരെ മികച്ച രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഇതെല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യൂ. So thank you so much guys for watching this particular video and I hope to see you in the next one.